പിന്നെ കുറച്ച് കഴിഞ്ഞൊരു ബോധം വന്നപ്പോഴാണ് റൂമിലേക്ക് പോയി. അബദ്ധങ്ങൾ എല്ലാവർക്കും പറ്റും. ഒരുപാട് നാളായി ഫ്രിഡ്ജിൽ വാങ്ങി വെച്ചിരിക്കുന്നു. കറിവേപ്പിലുള്ളതില് ഒരു ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാണ് കേട്ടോ. ചോറോ? ഹലോ ഗായ്സ്, ഹൗ ആർ യു ഡൂയിങ്? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. എന്റെ ഇൻട്രോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഞാൻ കിച്ചണിൽ നിന്നാണ് ഇൻട്രോ എടുക്കുന്നത്. സോ ഒരു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഇന്നൊരു വീക്ക് ഓഫ് ഡേ ആണ് കേട്ടോ. സോ ഇന്നത്തെ ദിവസം ഞാൻ ഫുൾ ഡേ എന്താണ് കഴിക്കുന്നതെന്ന് ഞാൻ ഒരു വീഡിയോ ആയിട്ട് എടുക്കാന്ന് വിചാരിച്ചു. മുമ്പ് ഞാൻ ഇതുപോലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പൊ ഒന്നുകൂടെ എടുക്കാന്ന് വിചാരിച്ചു. എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സോ അതാണ് നേരെ എഴുന്നേറ്റു കിച്ചണിലോട്ടാണ് കേട്ടോ വന്നത്. ഇന്ന് നല്ല കുക്ക് ചെയ്തിട്ടൊക്കെ കഴിക്കുന്ന ഒരു ദിവസമാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ബാക്കി എല്ലാ ദിവസങ്ങളിലും ഭയങ്കര ലൈറ്റ് ആയിട്ടാണ് കഴിക്കാറ്. സോ ഇന്ന് കുറച്ച് അത്യാവശ്യം നന്നായിട്ട് കഴിക്കുന്ന ഒരു ദിവസമാണ്. ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ഇടിയപ്പവും കടലക്കറിയാണ് കേട്ടോ. കടലക്കറി ഓൾറെഡി ഞാൻ വേവിച്ചു വെച്ചു. ഇടിയപ്പം ഞങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുന്നതല്ല, ഉണ്ടാക്കുന്നതാണ്. നമ്മൾ ഇങ്ങനെ ഫ്രോസൺ വാങ്ങിയിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കേ വേണ്ടുള്ളൂ, അത്രേ വേണ്ടുള്ളൂ കേട്ടോ. സോ അതാണ് ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ കടലക്കറി ജസ്റ്റ് ഒന്നുകൂടെ സീസണിങ് കൂടെ ബാക്കിയുണ്ട്, അതും കൂടെ ചെയ്യണം. സോ ഞാൻ എന്തെങ്കിലുമൊക്കെ കുറച്ച് ഷോട്ടൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് രാവിലത്തെ എന്താണ് ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ. അതൊക്കെ നോക്കിയിട്ട് ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദിസ് വീഡിയോ. പിന്നെ ഒരു കാര്യം കൂടെ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ രാവിലെ എഴുന്നേറ്റ് മേക്കപ്പ് ഒക്കെ ചെയ്തിരിക്കുകയാണ്. എനിക്കിഷ്ടമാണ് കേട്ടോ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി. ഞാൻ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടുണ്ട്, എഴുന്നേറ്റ് വന്നു. വീട്ടിലിരിക്കുന്ന ദിവസം കുറച്ചിങ്ങനെ എന്നെ എപ്പോഴും നന്നായിട്ട് പ്രസന്റ് ചെയ്യാനാണ് എനിക്കിഷ്ടം. അല്ലാതെ ഇങ്ങനെ അതിപ്പം ഈവൻ ഒരു ചെറിയ വീഡിയോ കോൾ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ പോലും ഞാനൊന്ന് ഒരുങ്ങിയിട്ടൊക്കെ നിൽക്കുള്ളൂ കേട്ടോ. സോ അതുകൊണ്ടാണ് ലിപ്സ്റ്റിക് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. എന്താണ് പിന്നെ ഇന്ന് പുറത്തു പോകാനൊന്നും വലിയ പ്ലാനുകളൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടുന്ന് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത്. കാരണം പുറത്തു പോവാണെങ്കിൽ ഞങ്ങള് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാറുണ്ട് വീക്കെൻഡില്. സോ ഈ വീക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനുകളൊന്നും ഇല്ല. അപ്പൊ വീട്ടില് ഞാൻ എന്റേതായ രീതിയിൽ കുക്ക് ചെയ്ത് കഴിക്കുന്ന കുറച്ച് ഐറ്റംസ് ഒക്കെ നിങ്ങൾക്കും കാണാൻ പറ്റും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. എന്റെ മൂഡ് പോലെ ഇരിക്കും. കുറച്ചു നേരം കഴിഞ്ഞ് കുക്കിങ്ങിൽ ഇൻട്രസ്റ്റ് കുറഞ്ഞാൽ പിന്നെ അത് അവിടെ ഇടും, പിന്നെ ചെയ്യില്ല. എന്തായാലും ഞാൻ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യും. കാരണം വീഡിയോ എടുക്കുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ ആണല്ലോ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു ഇന്റൻഷൻ കൂടിയാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. സോ യാ, അത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് കഴിക്കുമ്പോൾ കാണാം. ആക്ച്വലി ചപ്പാത്തി ഉണ്ട്, ഇടിയപ്പം ഉണ്ട്. അപ്പൊ ഇടിയപ്പം ഞങ്ങൾ അങ്ങനെ വാങ്ങിക്കാത്തൊരു ഐറ്റാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം സോനു ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ടുകൊണ്ട് പിന്നെ വാങ്ങിച്ചാണ്. ഞാൻ വലിയൊരു ഇടിയപ്പം ഫാനൊന്നും അല്ല. ചപ്പാത്തി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പൊ ഇന്ന് എന്തായാലും ഇടിയപ്പം ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. ഓക്കെ, ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം, അതാണ് അടുത്ത പരിപാടി. ഒരു ചെറിയ അബദ്ധം പറ്റി ഗൈസ്. ഞാൻ ഇന്നലെ ഉറക്കപ്പിച്ചിലാണ് കടല കുതിർത്താൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിരുന്നത്. അപ്പൊ ഞാൻ കുറച്ച് അധികം ക്വാണ്ടിറ്റി ഇട്ട് പോയി. കാരണം ഹോളിൽ കിടന്നുറങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞൊരു ബോധം വന്നപ്പോഴാണ് റൂമിലേക്ക് പോയി കിടന്നത്. അപ്പോ അതിന്റെ ഇടയിൽ കടലയൊന്ന് കുതിർത്താൻ വേണ്ടി ഇട്ടു. അപ്പൊ കുറച്ച് ക്വാണ്ടിറ്റി അധികമായി പോയി. അതുകൊണ്ട് ഞാൻ കുക്കറിൽ വെച്ചപ്പോൾ നന്നായിട്ട് പുറത്തൊക്കെ ആയിട്ടുണ്ട്. ഇനി അതും കൂടെ ക്ലീൻ ചെയ്യാനുള്ളൊരു പണി കിട്ടിയിട്ടുണ്ട്. സാധാരണ ഞാൻ കറക്റ്റ് അളവിലാണ് വെക്കാറ്. ഇത് ഞാൻ ഉറക്കത്തിൽ വന്ന് പെട്ടെന്ന് ഇട്ടിട്ടങ്ങ് പോയി, ശ്രദ്ധിച്ചില്ല. രാവിലെ വന്നപ്പോഴാണ് അയ്യോ ഒരുപാടായി പോയല്ലോ എന്ന് ഓർത്തത്. കാരണം എന്റെ കുക്കറിലെ കറക്റ്റ് അളവ് എനിക്ക് അറിയാം. അങ്ങനെ ഇനിയിപ്പോ അതും കൂടെ ക്ലീൻ ചെയ്യേണ്ട ഒരു ഡബിൾ പണി കിട്ടിയിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ ഗൈസ്. എന്റെ അടുപ്പ് മൊത്തം കോളായി. എന്റെ ശ്രദ്ധ കുറവ് കൊണ്ട് തന്നെയാണ്. കണ്ടോ, ഇത്രയും ആക്ച്വലി ഞാൻ വെക്കാൻ പാടില്ലായിരുന്നു. ഇനി ഇത് മൊത്തം ക്ലീൻ ചെയ്യണം. ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് ചെയ്തല്ലേ പറ്റുള്ളൂ അല്ലേ. അബദ്ധങ്ങൾ എല്ലാവർക്കും പറ്റും. ഓക്കെ, സാരില്ല. ഇതിട്ട് കണ്ടോ ഇവിടെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴും അവിടെയൊക്കെ ക്ലീൻ ആക്കിയിരുന്നതാണ്.
ഇപ്പൊ ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് പിന്നെ എൻ്റെ കുറച്ച് കുക്കിംഗ് പരിപാടികളൂടെ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ട് ഒന്ന് നീറ്റായിട്ട് ചെയ്യാം. ഇവിടെ അധികം എന്താണ് ലൈറ്റ് ഇല്ല എൻ്റെ കിച്ചണിൽ. ഞാനിപ്പോ വിൻഡോ തുറന്നിട്ടിട്ടില്ല, കാരണം നല്ല പൊടി വരും. ഇപ്പം ഭയങ്കര ചൂടൊക്കെ ആയതുകൊണ്ട് ഞാൻ തുറന്നിട്ടിട്ടില്ല. ഈ അടുപ്പ് ഒന്ന് ക്ലീൻ ചെയ്യട്ടെ, അല്ലെങ്കിൽ എനിക്ക് ബാക്കി ചെയ്യാനേ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഞാൻ വിചാരിച്ചു മൊത്തം കഴിഞ്ഞിട്ട് ചെയ്യാന്ന്, പക്ഷെ ഒരു സമാധാനക്കുറവ്. ചുറ്റും എത്ര അപ്പം വേണം? 3 ഓക്കെ. 3 ഞാനിവിടെ സ്റ്റാൻഡ് കൊണ്ട് വെച്ചിട്ടുണ്ട്. 3 അപ്പം വേണം എന്നാണ് പറഞ്ഞേക്കുന്നത്. എനിക്ക് 2 മതി കേട്ടോ, ഞാൻ അത്രേ കഴിക്കുള്ളൂ. നെല്ലറയുടെ ഇടിയപ്പത്തിന്റെ ഇത് നല്ലതാണ് കേട്ടോ. ഞങ്ങൾ ആർക്കെങ്കിലും ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഞങ്ങൾക്ക് കഴിഞ്ഞോട്ടെ. നല്ല സോഫ്റ്റ് ആയിട്ട് നല്ലതായിരുന്നു കേട്ടോ. ഇവിടുത്തെ പാക്കിങ് എനിക്ക് ഇഷ്ടമാണ്. നാട്ടിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നാട്ടിൽ ഞാൻ ഫ്രോസൺ ഒന്നും അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. നമുക്ക് എടുത്തു കഴിഞ്ഞത് ഇങ്ങനെ ഒരു ഡബിൾ സൈഡ് ലോക്ക് ഉണ്ട്, ഇങ്ങനെ ലോക്ക് ചെയ്തിട്ട് നമുക്ക് തിരിച്ചേക്കാം. അപ്പൊ ചപ്പാത്തി ഒന്നും വേണ്ട, ഈവൻ വേണ്ട. ഞാൻ തിരിച്ച് ഫ്രിഡ്ജിനകത്തേക്കാണ് വെക്കട്ടെ. അവിടെ ഇരിക്കട്ടെ. ഇവിടെയാണ് ഇവന്റെ സ്ഥാനം. ഇത് കണ്ടപ്പോഴോർത്തത് ഒരുപാട് നാളായി ഫ്രിഡ്ജിൽ വാങ്ങി വെച്ചിരിക്കുന്ന പുളിയാണ്. എനിക്കൊരു ഐറ്റം ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ മാക്സിമം നോക്കും കേട്ടോ. നിങ്ങൾക്ക് കൂടെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് അത് എന്താണെന്ന്. ഞങ്ങൾ ഈ സൈസ് തേങ്ങയാണ് കേട്ടോ വാങ്ങിക്കാറ്. ഗ്രേറ്റഡ് ആയിട്ടുള്ള തേങ്ങയാണ് വാങ്ങിക്കാറ്. അല്ലാത്ത ഇവിടെ ഉണ്ട് കേട്ടോ. എനിക്കിവിടെ മറ്റേ ചിരവ അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഈസി ആയിട്ട് ഒട്ടുമിക്ക ആൾക്കാർ ഇത് തന്നെയായിരിക്കും വാങ്ങിക്കുന്നതെന്ന് തോന്നുന്നു. എനിക്ക് ഇതാണ് കുറച്ചുകൂടെ എളുപ്പം കേട്ടോ, പെട്ടെന്ന് എടുക്കാൻ വേണ്ടി. ഞാൻ നെസ്റ്റോലും ലുലുവിലും ഒക്കെ പോകുമ്പം കാണാറുണ്ട് അവിടെയുള്ളവരിങ്ങനെ തേങ്ങയായിട്ട് തന്നെ വാങ്ങിക്കുന്ന കേട്ടോ. എനിക്ക് അത് ഭയങ്കര പാടാണ്. എനിക്കറിയില്ല ഇവിടെ നിന്ന് ചിരവലും അതൊക്കെ ഒരുപാട് ടൈം എടുക്കില്ലേ. പക്ഷെ അതൊന്നുകൂടെ ഫ്രഷ് ആയിരിക്കും. ഇതും കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ ഫ്രോസൺ ആയിട്ട് ഗ്രേറ്റഡ് ആയിട്ടുള്ളതാണ് കേട്ടോ വാങ്ങിക്കാറ്. എന്റെ കടലക്കറി ഭയങ്കര സിമ്പിൾ ആണ്. എല്ലാ മസാലയും കൂടെ ഞാൻ മിക്സ് ചെയ്ത് കുക്കറിലിട്ടിട്ട് വേവിക്കും. എന്നിട്ട് അതിൽ കുറച്ച് തേങ്ങ ഇടും. ചില ദിവസങ്ങളിൽ തേങ്ങ ഇടും, അല്ലെങ്കിൽ തേങ്ങ ഇടാറില്ല. പിന്നെ അർജു ആണ് ഉണ്ടാക്കുന്നെങ്കിൽ അർജുന് ഭയങ്കര സ്പെഷ്യൽ മസാലയും അതിൻ്റെ അകത്ത് സവോള, ടൊമാറ്റോ അതെല്ലാം ഞാൻ ആ പണിക്കൊന്നും നിൽക്കാറില്ല കേട്ടോ. എനിക്ക് മടിയാണ് സത്യം പറഞ്ഞാല്. അതുകൊണ്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. എനിക്ക് പെട്ടെന്ന് എല്ലാം ചെയ്തു തീർക്കാനാണ് ഇഷ്ടം. ഒരു കാര്യത്തിന്റെ മുകളിൽ തന്നെ പിടിച്ചു പോയി കിടക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. പെട്ടെന്ന് തീർത്താൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ അർജുന് പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ്. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നത് ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് പറയല്ല, ഉണ്ടാക്കുന്നത് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് അത് കഴിക്കുന്നത്. മുമ്പത് ഞാൻ കുക്ക് ചെയ്ത ഫുഡ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. എനിക്ക് കഴിക്കാനേ പറ്റില്ലായിരുന്നു. ഇപ്പോ അതേപോലെ മുമ്പ് ഞാൻ ക്ലീൻ ചെയ്ത ഫിഷ് എനിക്ക് കഴിക്കാൻ പറ്റില്ല. അതൊക്കെ ഒരു ചെയ്യാത്തോണ്ടായിരിക്കാം. ഇപ്പൊ എല്ലാം ചെയ്ത് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് എല്ലാം പറ്റുന്നുണ്ട്. എന്നാൽ ഇപ്പൊ എനിക്ക് ചെറിയൊരു ഇതുണ്ട്. ഞാൻ ക്ലീൻ ചെയ്ത ചിക്കനും ഫിഷും ഒന്നും എനിക്ക് അത്രയും അങ്ങോട്ട് കഴിക്കാൻ പറ്റില്ല. കുറച്ച് തന്നെ ശരിയാവുമായിരിക്കും അല്ലേ. പിന്നെ അർജുൻ അധികം ക്ലീനിങ് ഒക്കെ അർജുന് ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. തേങ്ങ അരച്ചു, ഇനി നേരെ എടുക്കുക, ഇതിൽ കൊണ്ടുവന്ന് ഒഴിക്കുക. അത്രേ ഉള്ളൂ, സിമ്പിൾ. നമ്മുടെ ക്ലീൻ ചെയ്തത് ഇതൊക്കെ പരിപാടികൾ കഴിഞ്ഞു കേട്ടോ. പിന്നത്തേക്ക് ഇങ്ങനെ ഞാൻ കഴിക്കുന്നതിന് മുമ്പേ ഞാൻ ക്ലീൻ ചെയ്ത് വെക്കും. അല്ലെങ്കിൽ എനിക്ക് പിന്നെ മടിയല്ല, എനിക്ക് അതാണ് ഇഷ്ടം. അപ്പൊ എനിക്കൊരു സമാധാനത്തിന് കഴിക്കാൻ പറ്റും കേട്ടോ. ചൂടുണ്ട് കേട്ടോ. കറിയുണ്ടോ? എന്റെ കറി കാണുന്നുണ്ടോ? എന്നെ കാണുന്നുണ്ടോ? ഇരുട്ടായിരിക്കും, ഐ നോ, ബട്ട് ഇറ്റ്സ് ഓക്കെ. കിച്ചണിൽ വെട്ടം കുറവാണ്, ഐ നോ ദാറ്റ്. രസമുണ്ടോ കാണാൻ? എങ്ങനെയുണ്ടായിരുന്നു എന്റെ കടലക്കറി? സൂപ്പർ. ശരിക്കും ഞാൻ കഴിച്ചു നോക്കട്ടെ. കറിവേപ്പില ഉള്ളതില് അത് ഞാൻ കൊറേ ഇട്ടു. നമ്മള് ഇന്നലെ വാങ്ങിച്ചില്ലേ, അപ്പം പെട്ടെന്ന് തീർത്തില്ല, ചീത്തയായിപ്പോ. ഉപ്പ് കുറവാണോ കുറച്ച്? പണ്ട് ഞാൻ ഹോസ്റ്റലിലായിരുന്നപ്പോ അവിടെ ഇടിയപ്പം ഉള്ള ദിവസം എനിക്ക് ദേഷ്യമായിരുന്നു, ഇഷ്ടമല്ലായിരുന്നു എനിക്ക്. അതിനുശേഷം കുറേ കാലം കൂടിയിട്ടാണ്
ഈ അടുത്തിടെ മുമ്പ് സോനു വന്നപ്പോ കഴിച്ചത്. ഇഷ്ടം. ഇപ്പൊ സമയം ഒരു 11:30 ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങള് കുറച്ച് മാങ്ങയുണ്ട്, ഇനി അത് കുറച്ച് കഴിക്കട്ടെ. ഇന്നലെ ഞങ്ങള് ഗ്രോസറി ഷോപ്പിങ്ങിന് പോയപ്പോ കുറേ സാധനങ്ങൾ വാങ്ങി. കുറച്ച് നാളെ ഞങ്ങള് ഇങ്ങനെ ബൾക്കായിട്ട് വാങ്ങിയിട്ട് എപ്പോഴും കുറച്ചായിരുന്നു വാങ്ങിക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പൊ ഇന്നലെ കുറെ ഇങ്ങനെ ഫ്രൂട്ട്സും അതും ഇതൊക്കെ കുറച്ച് ബൾക്കായിട്ട് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അതില് മാങ്ങയുണ്ട്. അത് ഞങ്ങളൊരു ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാണ് കേട്ടോ. പാകിസ്ഥാനി മാങ്ങയാണ് വാങ്ങിയത്. ഞങ്ങള് ഫസ്റ്റ് ടൈം ആണ് ഇത് ട്രൈ ചെയ്യുന്നത്. എപ്പോഴും പ്രിയൂർ മാങ്ങയാണ് കേട്ടോ വാങ്ങിക്കാറ്. അത് നല്ല മധുരമുണ്ട്. ആദ്യമൊക്കെ എപ്പോ മാങ്ങ വാങ്ങിച്ചാലും ഫ്ലോപ്പ് ആയിരുന്നു. പിന്നെ പ്രിയൂർ മാങ്ങ വാങ്ങിക്കാൻ തുടങ്ങിയ മുതൽ നല്ല മധുരമുള്ള മാങ്ങ കിട്ടാൻ തുടങ്ങി. ഈ തവണ പ്രിയൂർ മാങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങള് പാകിസ്ഥാനി മാങ്ങ എല്ലാരും എടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ എടുത്തതാണ്. നോക്കട്ടെ, കഴിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടാവും. ഞാൻ ഒന്ന് കട്ട് ചെയ്യട്ടെ കേട്ടോ. മധുരം ഉണ്ടാവോ? ഞാൻ കൊണ്ട് തന്നോളാം. മതി. പത്തെണ്ണം വാങ്ങിയതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും മുഴുവൻ കട്ട് ചെയ്തിട്ട് കഴിക്കുന്നുള്ളൂ. കാണുമ്പോ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ? എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഇതുവരെ ഞാൻ ഒരു പീസ് പോലും കഴിച്ചില്ല കേട്ടോ. ഞാൻ എന്റെ റിയാക്ഷൻ ക്യാമറയുടെ മുമ്പിൽ കാണിക്കാം എങ്ങനെയുണ്ട്. മധുരമുണ്ട്. അർജു പറഞ്ഞു മധുരം ഉണ്ടെന്ന്. പറ്റിക്കാൻ പറഞ്ഞതാണോന്ന് അറിയില്ല. നമുക്കിത് എടുത്തിട്ട് പോവാം. ആ പീസ് കണ്ടോ? ഓ നല്ല മധുരമാണല്ലോ. മതി. ചോറോ? അങ്ങനെ കഴിക്കല്ലേ, ഓരോ പീസ് എടുത്ത് കഴിച്ചാൽ മതി കേട്ടോ. പേടിയാണ് ഞാൻ മുഴുവൻ കഴിച്ചത്. സൂപ്പർ. നല്ല മധുരം. ഒന്നും ചീത്തയായി പോയി. വിഷമമാണ്. അമ്മ വന്നിട്ടില്ല അല്ലേ? കണ്ടതാ. അങ്ങനെ ഇപ്പൊ സമയം ഉച്ചയായി കേട്ടോ. ഉച്ച ഒരു 2 മണി കഴിഞ്ഞു. ഇനിയിപ്പോ ലഞ്ച് കഴിക്കണം. ലഞ്ച് ഞാനൊന്നും പ്രിപ്പയർ ചെയ്യുന്നൊന്നും കാണിക്കുന്നില്ല. കാരണം ഞാൻ ഇന്നലെ നൈറ്റ് ഞങ്ങള് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് തന്നെയാണ് ഇന്ന് സ്പെഷ്യലായിട്ട് ഞാനൊന്നും കുക്ക് ചെയ്തിട്ടില്ല. കാരണം ഇന്നലെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്ന് ഇന്നലെ തന്നെ നൈറ്റ് തന്നെ എല്ലാം കുക്ക് ചെയ്ത് വെച്ചിരുന്നു, കുറച്ച് പണി കുറയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോ ലഞ്ച് എടുക്കുമ്പോൾ കാണിച്ചു തരാം. വലിയ ഐറ്റം ഒരുപാടൊന്നും കുക്ക് ചെയ്തിട്ടില്ല. കുറച്ച് 1-2 കറികളും അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നമുക്ക് നോക്കാം. രാവിലെ കഴുകി വെച്ചതാണെങ്കിൽ എപ്പോ പ്ലേറ്റ് എടുക്കുമ്പോഴും ഒന്ന് കഴുകും. നമ്മളെല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ. 2 സ്പൂൺ ചോറ് അത്രയും കഴിക്കാറുള്ളൂ. പിന്നെ ചില ദിവസങ്ങളിൽ നന്നായിട്ട് കഴിക്കും കേട്ടോ. ഇത് കാണുന്നുണ്ടോ? ചെറുപയറാണ് കേട്ടോ. ചെറുപയർ ജസ്റ്റ് വേവിച്ചിട്ട് അതിൽ ഒന്ന് കടുക് പൊടിച്ചിട്ടാണ്. കൂടെ 2 ചെറിയ ചിക്കൻ ഫ്രൈ ആണ്. ഒരു ലെഗ് പീസ് ഉണ്ട്, പിന്നെ 2 ചെറിയ പീസുകളും ഉണ്ട് കേട്ടോ. ലെമണിന്റെ പിക്കിളാണ് കേട്ടോ. കുറച്ചധികം അച്ചാർ എടുക്കുന്ന ഒരാളാണ്. ചോറ് കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒക്കെ കാണിച്ചില്ലേ സ്രാവിന്റെ ഈ മുളകിട്ടത്, അത് കുറച്ചെടുക്കാം. വെജ് ഞാൻ ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം കേട്ടോ. കഴിച്ചു തുടങ്ങാം. അച്ചാറ്, കുറച്ച് കല്യാൺകറി. ഞാൻ എന്റെ ലഞ്ച് കംപ്ലീറ്റ് ചെയ്യട്ടെ കേട്ടോ. ദാറ്റ്സ് ഓൾ. വെള്ളം കുടിക്കൽ എപ്പോഴും ഉള്ളതാണ് കേട്ടോ. വെള്ളം ഞാൻ എപ്പോഴും, എനിക്കിഷ്ടമാണ് ഇങ്ങനെ എപ്പോഴും കുറെ ഇങ്ങനെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. വീട്ടിലിരിക്കുന്ന സമയത്ത് എപ്പോഴും നന്നായിട്ട് വെള്ളം കുടിക്കാറുണ്ട്. ഈ ബോട്ടിൽ ഇങ്ങനെ മാർക്കിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇതൊന്നും ഞാൻ ഫോളോ ചെയ്യാറില്ല. ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് എനിക്ക് തോന്നുമ്പോഴൊക്കെ നന്നായിട്ട് വെള്ളം കുടിക്കാറുണ്ട്. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുറേ കാലമായിട്ട്
കുടിച്ചു വരുന്ന ശീലമാണ്. സോ അത് ഇപ്പോഴും ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാറുണ്ട്. ഇപ്പൊ പിന്നെ നല്ല ചൂടും ഒക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് ദാഹം വരും. ഉള്ളിൽ അധികം ചൂടില്ല, പുറത്താണ് ചൂട്. സ്റ്റിൽ നമുക്ക് പെട്ടെന്ന് ദാഹം വരും. അതുകൊണ്ട് തന്നെ ഞാൻ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് വെള്ളം കുടിക്കലാണ്. ഭയങ്കര ചൂടാണ് കേട്ടോ ഇപ്പൊ ഇവിടെ. ഗൈസ്, ഞങ്ങളൊരു മൂവി കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. ഏതായിരുന്നു? കൽക്കിയാണ് മൂവി. അപ്പോ വീക്കെൻഡ് ഒക്കെ ആയതുകൊണ്ട് ഒരു മൂവി ഒക്കെ കണ്ടിട്ട് ഒന്ന് ചില്ലാവാന്ന് വിചാരിച്ചു. ഒയാസിസ് മോളിലാണ് കേട്ടോ പോകുന്നത്. എത്തിയോ? ഫോണ് വെച്ച് ഞങ്ങള് എന്താണ് വീക്കെൻഡ് ആകുമ്പോ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഉണ്ടാവുന്നുണ്ട്. ഈ തവണ മൂവി ആണ്. കൊറേ ആയി കേട്ടോ മൂവി പോയിട്ട്. ലാസ്റ്റ് കണ്ട മൂവി എനിക്ക് തോന്നുന്നത് ആടുജീവിതമാണ്. അതിന് ശേഷം ഒന്നും കണ്ടിട്ടില്ല. ഒരു മൂവി തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ എന്താണ്, ഇത് നല്ല മൂവിയാണെന്നൊക്കെ കണ്ടു കേട്ടോ. അർജു ആണ് പറഞ്ഞത് നല്ല മൂവിയാണെന്ന്. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പൊതുവെ റിവ്യൂസ് ഒന്നും അധികം അങ്ങനെ കാണാറില്ല. ആദ്യമൊക്കെ കാണുമായിരുന്നു കേട്ടോ. പിന്നെ റിവ്യൂ കണ്ടു കഴിഞ്ഞ് മൂവി എനിക്കെന്തോ ഞാൻ അവരുടെ ഒരു പെർസ്പെക്റ്റീവിൽ ആ മൂവി കാണുന്ന പോലെ തോന്നുന്നു, ആ റിവ്യൂ പറയുന്ന ആളുടെ. പിന്നെ ഞാൻ റിവ്യൂ കാണാൻ നിർത്തി. പതിയെ ഞാൻ സ്വന്തമായിട്ട് കണ്ടിട്ട് മനസ്സിലായിക്കോളാം എന്നുള്ള രീതിയിലേക്ക് എത്തി. അതിപ്പം നല്ല മൂവി ആണേലും മോശം മൂവി ആണേലും എന്തോ ആയിക്കോട്ടെ, ഞാൻ അത് എൻജോയ് ചെയ്തു, അത്രേ ഉള്ളൂ. അങ്ങനെ പിന്നെന്താണ്, ഇപ്പൊ നേരത്തെ ഞങ്ങള് 5 മണിയുടെ ടിക്കറ്റാണ് കേട്ടോ ബുക്ക് ചെയ്തേക്കുന്നത്. കാരണം നേരത്തെ കണ്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാന്ന് വിചാരിച്ചു. കാരണം നാളെ ഡ്യൂട്ടി ഉണ്ട്. 8 ആയിട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹോൾ ഡേ പോയ പോലെ തന്നെയാണ്. ഞങ്ങൾ ഇവിടെ എത്തി കേട്ടോ. 10 ടൈം. ഒരു 2 മിനിറ്റ് ലേറ്റ് ആയി. കുഴപ്പമില്ല. ട്രെയിൻ വരുന്നോന്ന് എനിക്ക് അറിയില്ല. ഡിന്നർ ചപ്പാത്തിയാണ് കേട്ടോ. പുറത്തൊന്നും കഴിച്ചില്ല, ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. പുറത്തുനിന്ന് കഴിക്കാൻ വേണ്ടിട്ട് ഒരു മൂഡില്ലായിരുന്നു. അപ്പൊ ഇവിടെ വന്നിട്ട് ചപ്പാത്തി കഴിക്കാനായിരുന്നു എനിക്ക് തോന്നിയത്. സോ ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വന്ന് ചപ്പാത്തി ആക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ അത് പൊങ്ങി വന്നായിരുന്നല്ലോ. 2 മതി എനിക്ക്, അത്രേ വേണ്ടുള്ളൂ. ഗൈസ്, കുറച്ച് ഞാൻ നേരത്തെ ഓറഞ്ച് ജ്യൂസ് യൂസ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടെ കുടിക്കാം. രാത്രി അത്ര റെക്കമെൻഡഡ് അല്ല എന്നൊക്കെ അറിയാം, എന്നാലും എനിക്ക് നന്നായിട്ട് ദാഹിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് കുടിക്കട്ടെ കേട്ടോ. കൊള്ളാലോ. ഞാൻ കുറച്ച് തണുപ്പ് വേണമെന്ന് വിചാരിച്ചിട്ട് വെച്ചായിരുന്നു. ഇല്ല, ഇതെനിക്കാ. നല്ല പുളിയും മധുരം കൂടെ മിക്സ് ആണ് കേട്ടോ. ഇത്രയും കൂടെ ബാക്കിയുണ്ട് കേട്ടോ. ചുച്ചുവോ നിങ്ങളുടെ ബാക്കിയുണ്ട്. അപ്പൊ ഇതും കൂടെ കുടിക്കട്ടെ. ഓക്കെ ഗൈസ്, എന്റെ ഡിന്നർ ചപ്പാത്തിയും കറിയാണ് കേട്ടോ. ഫിഷ് കറിയാണേ. ഇതാണ് ഇന്നത്തെ ലാസ്റ്റ് ഫുഡ്. ഇനിയിപ്പോ ഞങ്ങള് വല്ല മൂവി ഇരുന്ന് കാണും. അപ്പൊ വിശക്കാണെങ്കിൽ വല്ലതും എടുത്ത് കഴിക്കും അല്ലേ. മിക്കവാറും വല്ല ഫ്രൂട്ട്സോ അങ്ങനെ ചെറിയ എന്തെങ്കിലും സാധനമായിരിക്കും. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. എന്റെ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വ്ളോഗ് ആയിട്ട് വീണ്ടും കാണുന്നവരെ ടിൽ ദെൻ ടാറ്റാ ബൈ ബൈ.